അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ മീസാനിലെ 19ാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. ഫീലുകൾ മാലി, മുലാരി, മുസ്തഖ്ബില്, അംറ്, നഹി, അതിൻ്റെ വിവിധ ഇനങ്ങൾ, തേക്കീദിൻ്റെ നൂനുകൾ, അതൊക്കെയാണ് സർഫാക്കി പഠിച്ചു. അത് തിരിച്ചും മറിച്ചും ആവർത്തിച്ച് പഠിക്കുക. ഉദാഹരണങ്ങളും ഒക്കെ സർഫാക്കി നോക്കി പഠിക്കുക. അതിൻ്റെ അർത്ഥങ്ങളും പഠിക്കുക. സീഹയും ഒക്കെ പഠിക്കണം. ഒക്കെ പഠിച്ചാലേ അടുത്ത കിതാബ് അജ്നാസ് സുഹറ തുടങ്ങാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീലുകളുമായി ബന്ധപ്പെട്ട ചില ഇസ്മുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസിലുൻ, ഇതൊരു ഫസിലാണ്. ഫിൽ അസ്മായി ഇസ്മുകൾ, അതായത് നാമങ്ങൾ, ഫീലുകളുമായി ബന്ധമുള്ള നാമങ്ങൾ. അൽ മുത്തസിലത്തു ബിൽ അഫ്ആലി വഹിയ സബ്അ, ഇസ്മുകൾ 7 എണ്ണമാണ്. ഇസ്മുൽ ഫായില് 1 ഇസ്മുൽ ഫായിലാണ്. ഇസ്മുൽ ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചവൻ, പ്രവർത്തിക്കും, പ്രവർത്തിച്ചു, നീ പ്രവർത്തിക്ക്, പ്രവർത്തിക്കരുത്, ഇങ്ങനെ മാലി, മുലാരി, അംറ്, നഹി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പ്രവർത്തിച്ചവൻ എന്ന് പഠിക്കാൻ നമ്മൾ എന്തെടുക്കും നോക്കാം. ഫായിലുൻ എന്നാണ് പറയുക. ഫായിലുൻ, ഫായിലാനി, ഫായിലൂന, ഫായിലത്തും, ഫായിലത്താനി, ഫായിലാത്തുൻ. 5 വട്ടം സർഫാക്കാം. ലറബയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ലോരിബുൻ, ലോരിബാനി, ലോരിബൂന, ലോരിബത്തുൻ, ലോരിബത്താനി, ലോരിബാത്തുൻ. ഫായിലും എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച ഒരു പുരുഷൻ. ഫായിലാനി എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച 2 പുരുഷന്മാർ. ഫായിലൂന പ്രവർത്തിച്ച കുറേ പുരുഷന്മാർ. ഫായിലത്തും പ്രവർത്തിച്ച ഒരു സ്ത്രീ. ഫായിലത്താനി പ്രവർത്തിച്ച 2 സ്ത്രീകൾ. ഫായിലാത്തും പ്രവർത്തിച്ച കുറേ സ്ത്രീകൾ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഫായിലിൻ്റെ സീഹ നോക്കാം. സിയത്ത് വാദാൻ മുദക്കർ, അസി ഇസ്മു ഫായില്, ലൊമീറു ദെറോ ഹുവ. ഇസ്മു ഫായിലിൽ നിന്നുള്ള വാദാൻ മുദക്കറിൻ്റെ പദമാണ്. ലൊമീർ ഹുവ എന്നാണ്. ഫായിലാനി സിയത്തു തസ്നിയ മുദക്കർ, അസ് ഇസ്മ ഫായില്, ലൊമീർ ദെറോ ഹുമ എന്നാണ്. ഫായിലൂന സിയത്ത് ജമ്മു മുദക്കർ, അസി ഇസ്മു ഫായില്, ലൊമീർ ദെറോ ഹും എന്നാണ്. ഫായിലത്തുൻ സിയത്ത് വാദാൻ മുഅന്നസ്, അസി ഇസ്മു ഫായില്, ലൊമീർ ദെറോ ഹിയ. ഫായിലത്താനി സിയത്ത് തസ്നിയ മുഅന്നസ്, അസി ഇസ്മു ഫായില്, ലൊമീർ ദെറോ ഹുമ. ഫായിലാത്തുൻ സിയത്ത് ജമ്മു മുഅന്നസ്, അസി ഇസ്മു ഫായില്, ലൊമീർ ദെറോ ഹുന്ന. ഇനി അടുത്തത് 2ാമത്തെ ഇസ്മു. ഒരാൾക്ക് അടി കിട്ടി, അടിക്കപ്പെട്ടവൻ, അതായത് അടി കൊണ്ടവൻ. ഇസ്മുൽ മഫൂല് അതിന് പറയും എന്നാണ്. 7 ഇസ്മുകൾ ഉണ്ട്. അതിൽ 2ാമത്തേതാണ് ഇസ്മു മഫൂല്. മഫൂലുൻ, മഫൂലാനി, മഫൂലൂന, മഫൂലത്തുൻ, മഫൂലത്താനി, മഫൂലാത്തുൻ. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു. കാത്തിലുൻ, കാത്തിലാനി, കാത്തിലൂന. അപ്പോൾ കാത്തിലത്തുൻ, കാത്തിലത്താനി, കാത്തിലാത്തുൻ, കൊന്നവൻ എന്നർത്ഥം. മക്തൂലുൻ, മക്തൂലാനി, മക്തൂലൂന, മക്തൂലത്തുൻ, മക്തൂലത്താനി, മക്തൂലാത്തുൻ, കൊല്ലപ്പെട്ടവൻ എന്നർത്ഥം. ലോരിബുൻ, ലോരിബാനി, ലോരിബൂന എന്ന് പറഞ്ഞാൽ അടിച്ചവൻ. മലുറൂബുൻ, മലുറൂബാനി, മലുറൂബൂന എന്ന് പറഞ്ഞാൽ അടിക്കപ്പെട്ടവൻ, അതായത് അടി കിട്ടിയ ആൾ. അതാണ് ഇസ്മു മഫൂല്. സിയത്ത് വാദാൻ മുദക്കർ, അസി ഇസ്മു മഫൂല്, ലൊമീർ ദെറോ ഹുവ എന്നാണ്. ഇനി 7 എണ്ണത്തിൽ 3ാമത്തേത് നോക്കാം. വസ്മുൽ ആലത്ത്, അത് ഫാലയിൽ നിന്നും മിഫാൽ എന്ന വസനിൽ നിന്നാണ് ഇസ്മുൽ ആലത്ത് എടുക്കുന്നത്. അതിൻ്റെ അർത്ഥം ആയുധം എന്നാണ്. ഫത്തഹ തുറന്നു, മിഫ്താഹ് തുറക്കുന്ന ആയുധം, അതായത് ചാവി എന്ന് പറയും. ഇതുപോലെ ഉള്ള ഫീലുകൾ തരും. അതിൻ്റെ ഉദാഹരണങ്ങൾ പോലെ എടുക്കുക. മജ്ലിസ്,
ഇരിക്കുന്ന സാധനം. മിളറാബ് അടിക്കുന്ന സാധനം, അതായത് വടി. മിസ്ഹാദ് കയറുന്ന ആയുധം. കോണിക്ക് മിസ്ഹാദ് എന്നാണ് പറയുക. ഇനി നാലാമത്തെ ഇസ്മ നോക്കാം. വസ്മു സമാനി വൽ മക്കാനി, അതായത് സമയം അല്ലെങ്കിൽ സ്ഥലം, അതിനെ കുറിക്കുന്ന വസനാണ്. രണ്ടും ഒരേ പദമാണ്. അത് മഫ്അൽ വസനാണ്. മഫീൽ വസനിലും വരും. ജലസ മഫീൻ വസനിൽ വന്നയുടനെ മജ്ലിസ് എന്നാകും, ഇരിക്കുന്ന സ്ഥലം. മഖ്അദ് ഇരിക്കുന്ന സ്ഥലം, ബെഞ്ച്. മസ്ലക്ക് പ്രവേശിച്ച സ്ഥലം. മസ്റഫ് പുറപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ സമയത്തെയും അറിയിക്കും. വലഅ മൗലി വെച്ച സ്ഥലം. അഞ്ചാമത്തേത് നോക്കാം. വസ്മുൽ ഹാലത്തി അവസ്ഥ. അവസ്ഥയെ അറിയിക്കാനുള്ള ഫീല് എന്ന വസനിൽ നിന്നാണ് ഹാലത്ത് അഥവാ അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഒരു അവസ്ഥയിലുള്ള പ്രവൃത്തി, ഒരു അവസ്ഥയിലുള്ള ജിൽസ ഇരുത്തം. ഇനി ആറാമത്തെ ഫീല് ഇസ്മുൽ മറ എന്നാണ്. ഒറ്റത്തവണ പ്രവർത്തിക്കൽ എന്ന് പറയും. ഫഅൽ ഫഅൽ എന്ന വസനിൽ വരും. ലറബത്ത് ഒറ്റ അടി. ജലസത്ത് ഒറ്റ ഇരുത്തം. മനാത്ത ഒറ്റ തടയൽ. ഇനി ഏഴാമത്തേത് നോക്കാം. ഇസ്മ് മസ്ദർ എന്ന് പറഞ്ഞാൽ അടിക്കൽ, നിൽക്കൽ, ഇരിക്കൽ, കിടക്കൽ. ലറബ അടിച്ചു. യളിരിബ് അടിക്കും. ഫൈൽ വസനിലാണ് വരുന്നത്. ഫഅൽ പ്രവർത്തിക്കൽ, പ്രവർത്തിക്കരുത്, പ്രവർത്തിക്കും, പ്രവർത്തിക്കപ്പെടും എന്നുള്ള പദങ്ങളൊക്കെ വന്നത് മസ്ദർ എന്ന ഫീലിൽ നിന്നാണ്. ഫഅൽ. ജൽസ് ഇങ്ങനെ പറയും. മന് മസ്ദറിൽ നിന്നാണ് എല്ലാ പദങ്ങളും ഉണ്ടാകുന്നത്. മാലിയും മുളാരിയും മുസ്തഖിബിലും നെഹിയും എല്ലാം എടുക്കുന്നത് മസ്ദറിൽ നിന്നാണ്. പ്രവർത്തിക്കൽ എന്ന പദത്തിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ മസ്ദറാണ് അടിസ്ഥാന ഇസ്മ, അടിസ്ഥാന പദം. വഹുവൽ അസ്ലു വൽ ബവാക്കി മുസ്കക്കത്തു മിൻഹു. ബാക്കിയുള്ളതൊക്കെ മസ്ദറിൽ നിന്നും പിടിച്ചതാണ്. ഏത് ഫീലിൻ്റെ മസ്ദർ എടുക്കാൻ? ഫഅല് എന്നതുപോലെ എടുത്താൽ മതി. ജലസ യജ്ലിസു എന്നതിൻ്റെ അടിസ്ഥാന പദം ജൽസ് എന്നാണ്. അപ്പോൾ ഇസ്മുൽ ഫായില്, ഇസ്മുൽ മഫൂല്, ഇസ്മുൽ ആലത്ത്, ഇസ്മുൽ സമാൻ വൽ മക്കാൻ, ഇസ്മുൽ ഹാലത്ത്, ഇസ്മുൽ മറ, ഇസ്മുൽ മസ്ദർ. ഈ 7 ഇസ്മുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ ശരിക്ക് പഠിക്കണം. ഇത് നമ്മൾ തന്നെ ഒരുപാട് ഫീലുകളിൽ നിന്നും 10 ഫീലുകൾ എടുത്തിട്ട് ഈ 7 ഇസ്മുകൾക്കുള്ള ഉദാഹരണങ്ങൾ എഴുതി പഠിക്കുക. തഖൂലു പറയാം. ലറബ യളിരിബ് ലർബൻ ഫഹുവ ലോരിബുൻ. വലുരിബ യുലറബു ലർബൻ ഫഹുവ മലറൂബുൻ. അലംബ്രു മിൻഹു ഇലിരിബ് ലയലിരിബ് ലയലിരിബു യുലിരിബ്. വന്നഹിയ നെലിരിബു യലിരിബു ലാ യുലറബ്. 10 വട്ടം സർഫാക്കി നോക്കുക. തമ്മത്തിൽ കിതാബ്. കിതാബ് പൂർണ്ണമായി. ബി ഔനില്ലാഹി അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. അൽ മലിക് മലിക്കുൽ രാജാവായ. അൽ വഹാബ് എല്ലാം നൽകുന്നവനായ. മീസാൻ കിതാബ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇൻഷാ അല്ലാ എല്ലാവരും പഠിക്കുക. അർത്ഥം അറിഞ്ഞ് തന്നെ പഠിക്കുക. അടുത്ത കിതാബ് അജ്നാസുൽ സുഹറയാണ്. നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.